ഹലോ, ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് തിരിച്ചു വരുവാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി വെയിലാണ് കേട്ടോ. വെറുതെ ഈ ജാക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ നല്ല ചൂടെടുക്കുന്നുണ്ട്. രാവിലെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയ സമയത്ത്. ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തിറങ്ങുന്ന സ്റ്റോപ്പിലുള്ള ബസ് കിട്ടിയില്ല, വേറെ ബസ് കിട്ടി. ഇവിടെ പിന്നെ സ്പ്രിംഗ് സീസൺ തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ ഇവിടുത്തെ റോഡ് പണികൾ ആരംഭിക്കും. കാരണം വിൻ്ററിലൊന്നും ചെയ്യാൻ പറ്റില്ല, മര്യാദയ്ക്ക് നമുക്ക് നടക്കാൻ പോലും പറ്റില്ല. അപ്പം പിന്നെ എങ്ങനെ പണി നടക്കാനാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ആ സിഗ്നലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. റോഡിലധികം തിരക്കില്ലെങ്കിൽ പോലും ആൾക്കാരൊക്കെ റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് എന്താ അപകടങ്ങളും വളരെ കുറവാണ്. ഇവിടെ നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ല സേഫാണ് കേട്ടോ. എല്ലാവരും റൂൾസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ വന്നൊരു കുളിയൊക്കെ കഴിഞ്ഞു. പാത്രം ഒന്നും കഴുകിയിട്ടില്ല. രാവിലെ പടപടാ ചോറൊക്കെ വെച്ചിട്ട് ഓടിയതാണ്. നല്ല വിശപ്പുണ്ട്, ഫുഡ് കഴിക്കണം. പാത്രമൊക്കെ അവിടെ കട്ടിട്ട് ഓടി. സ്പെഷ്യൽ നമ്മുടെ ഇതുണ്ടല്ലോ, വെന്തയക്കീര, ഉലുവച്ചീര പരിപ്പ് കറിയും പിന്നെ മുരിങ്ങയ്ക്കയും മുട്ടയും കൊണ്ടുള്ള അവിയൽ, ചോറ്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് രണ്ട് മാത്രമേ ഉള്ളൂ. രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോണത്, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ലേറ്റ് ആവും. പിന്നെ വന്ന് ഉണ്ടാക്കാൻ ഭയങ്കര മടിയാവും. നല്ല വിശപ്പോടായിരിക്കും വരുന്നത്. ഒരുപാട് നന്നായി മുട്ട അവിയൽ ഉണ്ടാക്കിയിട്ട്. പിന്നെ മാങ്ങ തൊക്കി ഇരിപ്പുണ്ടായിരുന്നു, അതും കൂടെ എടുത്തു. വർഷക്കുട്ടിക്ക് ചോറ് വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ തന്നെ ചോറെടുത്തോളാം എന്ന് പറഞ്ഞു. പിന്നെ എടുത്തോ എന്ന് പറഞ്ഞു. ഏട്ടന് വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഏട്ടന് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കഴിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 3 പേരും ആദ്യം ഫുഡൊക്കെ കഴിച്ചു. ഇനി വേഗം പോയിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകാൻ കിടപ്പുണ്ട്. ഇപ്പോൾ അതിനെയൊക്കെ പറക്കി ഡിഷ് വാഷറിലിടണം. നേരത്തെയൊക്കെ രാവിലത്തെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കുമായിരുന്നേ. ഇപ്പം നമ്മുടെ ബോയിലർ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ ചൂടുവെള്ളം വരുന്നില്ല. ചൂടുവെള്ളം വരാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കൈ കഴുകാൻ ഭയങ്കര പാടാണ്. കാരണം നല്ല തണുത്ത വെള്ളമാണ് വരുന്നത് പൈപ്പിലൂടെ. അതുകൊണ്ട് മാക്സിമം പാത്രങ്ങളൊക്കെ ഞാൻ ഡിഷ് വാഷറിലങ്ങ് ഇട്ട് വിടുകയാണ് ഇപ്പോൾ പതിവ്. അതുകൊണ്ടിപ്പോൾ ഇത് വളരെ ഉപകാരമാണ്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ കണ്ടപ്പോൾ പെട്ടെന്നൊരു വിചാരം എവിടെയെങ്കിലും പോയാലോ എന്ന്. അപ്പം വിവാൻകുട്ടി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനും മോനും കൂടെ വീട്ടിലുണ്ട്. അപ്പോൾ ഞാനും വർഷക്കുട്ടിയും കൂടെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും തന്നെയായിട്ട് ഇതുവരെ എങ്ങും പോയിട്ടില്ല കേട്ടോ. എപ്പോഴും ഒന്ന് വിവാൻ കാണുമോ അല്ലെങ്കിൽ ഏട്ടൻ കാണുമോ, അങ്ങനെയാണ് പോകാറുള്ളത്. ഈ പ്രാവശ്യം വിചാരിച്ചു ഒന്ന് രണ്ടുപേരും മാത്രമായിട്ടൊന്ന് പോകാം, അമ്മയും മോളുമായിട്ട് എന്ന്. പക്ഷെ അതൊരു രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് പ്രൈമാർക്കിലാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജിമ്മിലേക്ക് ഇടാനുള്ള 1-2 പാൻറ്റൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാനാണ് ഞാൻ പോയത്. പക്ഷേ അതൊന്നും അവിടെ കിട്ടിയില്ല. പക്ഷേ അതിന് പകരം വർഷക്കുട്ടി അവൾക്ക് കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. ഇപ്പം നമുക്ക് പ്രയോറിറ്റി ഒന്നും ഇല്ലല്ലോ. ലാസ്റ്റിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ പുറകെയായി. വർഷക്കുട്ടി ഓടി നടന്ന് എന്തൊക്കെയോ പറക്കിയെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു ടീനേജ് പ്രായമായതുകൊണ്ട് കുറച്ച് എന്താ പറയുക, ഒരുങ്ങി നടക്കാനും അതുപോലെ തന്നെ കമ്മലും വളയൊക്കെ ഇടാനൊക്കെ ഉള്ള ഒരു ഇഷ്ടമുണ്ട് കേട്ടോ. ഈ കിടന്നു ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവിടെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റർ വെച്ചിട്ടുള്ള ഒരു നെക്ലേസാണ് കേട്ടോ. അതിപ്പോൾ എന്തോ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു. അവിടെ സ്കൂളിലൊക്കെ എല്ലാവരും ഇടുന്നുണ്ടെന്ന് പോലും. അപ്പോൾ അതാണ് ഈ കിടന്ന് നോക്കുന്നത്. അവസാനം കണ്ടുപിടിച്ചു. മേടിച്ച ഉടനെ തന്നെ അതിനെ ഇടണമെന്നായി. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടം. ഷോപ്പിംഗ് കഴിഞ്ഞപ്പോഴത്തേന് അടുത്തത് പിന്നെ വിശപ്പായി. അങ്ങനെ ഞങ്ങൾ നേരെ ബർഗർ കിങ്ങിൽ പോയി കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെത്താനെ പോയി ഓർഡറൊക്കെ ചെയ്തുകൊണ്ട് എല്ലാം വാങ്ങിച്ചുകൊണ്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം, അതാണ് ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊന്നും കഴിച്ചില്ല, നേരെ വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പിന്നെ സമ്മർ ആയതുകൊണ്ട് 9 മണി വരെയും നല്ല ബ്രൈറ്റ് ആയിരിക്കും കാണാൻ. അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല, ഇരുട്ടത്തൊന്നുമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെ വന്ന പാടെ വിവാൻകുട്ടിക്ക് റോളൊക്കെ കൊടുത്തു. അങ്ങനെ ഡിന്നർ ഞാൻ ഇതിലങ്ങ് അവസാനിപ്പിച്ച്. പ്രത്യേകിച്ച് പിന്നെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം വന്നില്ല. ഞാൻ ഈ വീഡിയോയിൽ ഒരു വീക്കിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ആക്കിയത് കേട്ടോ. എന്താ പറയുക, ഒരു വീക്ക്ലി വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സിനിമ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂവി കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ പ്രൈമാർക്കിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഇത് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് എടുത്തത്. അവസാന നിമിഷം എൻ്റെ കയ്യിൽ കിട്ടിയതാണ് ഈ ഒരു ടോപ്പ്. എനിക്ക് ബ്ലാക്ക് കളർ ഡ്രസ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ എപ്പോഴും അതായിരുന്നു എടുക്കുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈവനിങ് ആണ് നമ്മൾ മൂവി ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ചൂടിയിട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ജാക്കറ്റും നമ്മൾ പ്രൈമാർക്കിൽ നിന്ന് എടുത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയ സമയം തൊട്ട് നല്ല മഴയാണ് കേട്ടോ.
തലേദിവസം നല്ല വെയിലായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ മുതലാണ് മഴ തുടങ്ങിയത്. നേരത്തെയൊക്കെ വന്ന സമയത്ത് നമ്മൾ കുടയൊക്കെ പിടിച്ചിങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ പിന്നെ അതൊക്കെ മാറി ഇപ്പം ജാക്കറ്റായി. ഇവിടെ എല്ലാവരും അങ്ങനെ ആ ഒരു മഴയിൽ അങ്ങനെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് അങ്ങ് പോകും. ആരും അങ്ങനെ കുടയൊന്നും പിടിച്ചുകൊണ്ട് പോകില്ല. പിന്നെ പ്രത്യേകിച്ച് കാറ്റും കൂടെ കാണും. പിന്നെ കുട പിടിക്കാനേ പറ്റൂല. ഇപ്പം പിന്നെ ഈ സ്പ്രിംഗ് സീസൺ ആയത് എവിടെ നോക്കിയാലും ഈ ചെറി ബ്ലോസമാണ് കേട്ടോ. അത് എത്ര കണ്ടാലും എനിക്ക് മതിയാവില്ല. അതിങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കും. മൊത്തത്തിൽ ഇപ്പോൾ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. നല്ല അടിപൊളി കളറുകളൊക്കെ ഉള്ള പൂക്കളൊക്കെയാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഇപ്പം നമ്മൾ വീടിനടുത്തൊരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ നിന്നല്ല നമ്മൾ കയറിയത്. തിരിച്ച് മെയിൻ റോഡിൽ വന്നിട്ടാണ് കയറിയത് കേട്ടോ. അങ്ങനെ കറക്റ്റ് ബസ്സൊക്കെ കിട്ടി. അങ്ങനെ ആ സമയത്ത് സിറ്റി സെൻറ്ററിൽ എന്തോ പണി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിനേക്കാളും മുമ്പിലേ അവരിറക്കി. അതിനുശേഷം കുറേ ദൂരം നടക്കാനുണ്ടായിരുന്നു സിനി വേൾഡിലേക്ക്. അങ്ങനെ നടന്ന് നമ്മൾ വന്ന് പൗണ്ട്ലാൻഡിൽ കയറി കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്തോ സ്നാക്സ് വാങ്ങണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഇപ്പം വേണം. ഇവിടെ ആണെങ്കിലും തിയേറ്ററിനുള്ളിൽ വെളിയിലത്തെ ഫുഡൊക്കെ അലോ ചെയ്യും കേട്ടോ. അല്ലാതെ നമുക്ക് അവിടെ തന്നെ പോയി മേടിക്കണം അങ്ങനെയൊന്നുമില്ല. ഇവിടെ അങ്ങനെ ബാഗ് പരിശോധനയും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണേലും വാങ്ങിച്ചുകൊണ്ട് പോയി കഴിക്കാം. ഇപ്പോൾ പിന്നെ പൗണ്ട്ലാൻഡിൽ 1 പൗണ്ടിൻ്റെ ഐറ്റംസൊക്കെ വളരെ കുറവാണ് കേട്ടോ. എല്ലാം 2 പൗണ്ടിന് മേലെയാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ നല്ല നല്ല സ്പൂണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കാണുമ്പോൾ നല്ല രസമുണ്ട്. വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ശരി പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ച് വെച്ചിട്ട് പോന്നു. ഇപ്പോൾ പിന്നെ എവിടെ നോക്കിയാലും ഞാൻ പറഞ്ഞില്ലേ പണി നടക്കുകയെന്ന്. ഇവിടെ ഇങ്ങനെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ബസ് കൊണ്ട് വേറൊരു റൂട്ടിൽ കൊണ്ട് നിർത്തിയത്. അങ്ങനെ ഞങ്ങളിപ്പോൾ സിനി വേൾഡിനുള്ളിലേക്ക് കയറി. അപ്പം നമ്മൾ കാണാൻ വന്ന സിനിമ ഇതാണ് കേട്ടോ, മൈൻക്രാഫ്റ്റ്. എനിക്ക് ഈ കാർട്ടൂൺ മൂവിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇവർ വന്നപ്പോൾ പിന്നെ ഇവരുടെ കൂടെ വന്നെന്നേ ഉള്ളൂ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുക്കനം ബസ് സ്റ്റേഷൻ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾ ഡയറക്റ്റായി വന്ന ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് ഇങ്ങോട്ട് നടന്നാൽ മതിയായിരുന്നു. പക്ഷേ നമ്മളതങ്ങ് മറന്നുപോയി. നമ്മൾ അതിന് മുമ്പേ നമ്മൾ അവിടുത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ നടക്കേണ്ടി വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ആ അബദ്ധം മനസ്സിലായത്. ഇത്രയും അടുത്തിരുന്നിട്ട് വെറുതെ മഴ നനഞ്ഞു എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് മൈൻക്രാഫ്റ്റ് മൂവി കാണാൻ വന്നതുകൊണ്ട് മൈൻക്രാഫ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് വിവാൻകുട്ടി വന്നത്. ആ ഒരു കളറിന് മാച്ചിങ് ആയിട്ടാണ് വർഷക്കുട്ടി ഡ്രസ്സൊക്കെ ഇട്ടത് കേട്ടോ. അങ്ങനെയാണ് എന്നെക്കൊണ്ട് ഈ ബ്ലാക്ക് കളർ ഡ്രസ്സ് ഇടിയിപ്പിച്ചത്. അങ്ങനെയാണ് ഞങ്ങൾ മൊത്തത്തിൽ ബ്ലാക്ക് ആയത്. അങ്ങനെ അതുകൊണ്ട് മൈൻക്രാഫ്റ്റ് മൂവിയുടെ അഡ്വർടൈസ്മെൻറ്റാണ് വിവാൻകുട്ടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് ഭയങ്കര ഹാപ്പിയാണ്. അവന് ഇതുപോലത്തെ മൂവീസൊക്കെ കാണാനാണ് ഇഷ്ടം. കുറേ നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും സമയമുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കണ്ണുപോയത് ഈ ഐസ്ക്രീമിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ പറഞ്ഞെങ്കിൽ അവരൊരു ചെറിയൊരു സ്പൂണിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. അപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതിയല്ലോ. പണ്ടൊക്കെ ഒരു വാനിലയും അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, ഇഷ്ടം പോലെ വെറൈറ്റി ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏത് മേടിക്കണം എന്നുള്ളത് ആദ്യത്തെ കൺഫ്യൂഷൻ. പിന്നെ ടേസ്റ്റ് ഉണ്ടോ എന്നുള്ളത് അടുത്ത പേടി. അതുകൊണ്ട് 2 പേരും ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു. നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് കേട്ടോ. അങ്ങനെ സിനിമ കാണാൻ വേണ്ടി നമുക്ക് അകത്ത് കയറാം കേട്ടോ. സിനിമയൊക്കെ അങ്ങനെ കണ്ടിറങ്ങി. ഒരു കാർട്ടൂൺ മൂവി വിമാൻകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വർഷക്കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ലെന്ന്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിള്ളേർക്ക് ഒരു 1.5 മണിക്കൂറിൻ്റെ ഒരു മൂവിയാണ് കേട്ടോ. ഒരു ചെറിയൊരു സിനിമയാണ്. അങ്ങനെ അതൊക്കെ കണ്ടിറങ്ങിയപ്പോഴത്തേന് സമയം ഏകദേശം ഒരു വൈകുന്നേരം ഒരു 6:30 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഡിന്നർ കൂടെ കഴിച്ചിട്ടങ്ങ് വീട്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ പിന്നെ ഇനി വീട്ടിൽ പോയി ഉണ്ടാക്കണ്ടേ. അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യം ആദ്യമായിട്ട് ജോളി ബീലാണ് കയറിയത് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഒന്നി മെക്ഡി അല്ലെങ്കിൽ ബർഗർ കിങ് അങ്ങനെ അല്ലെങ്കിൽ സബ്വേ അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഇപ്രാവശ്യം ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ട് ഏട്ടൻ നമ്മുടെ ഫുഡുമായിട്ടൊക്കെ എത്തി. ഫുഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പൈസിയാണ് കേട്ടോ. നമുക്കൊക്കെ ഇഷ്ടപ്പെടും. പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ ഇതിൽ കയറി കഴിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നല്ല എരിവുണ്ട്. ഞങ്ങളെല്ലാവരും ചിക്കൻ ബർഗറാണ് പറഞ്ഞത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളിനി നേരെ ബസ് സ്റ്റേഷനുള്ളിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഇറങ്ങിയ സമയത്ത് വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ടേ ഇന്ന് ഫുള്ള് മഴയായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ ഇതുപോലെ സ്ക്രീൻ കാണാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബസ് എവിടെയാണ് വരുന്നതെന്ന് കാണാൻ പറ്റും. അങ്ങനെ ആ സ്റ്റാൻഡ്സിൽ പോയി നമ്മൾ നിൽക്കണം. നമ്മുടെ കാണിച്ചത് സ്റ്റാൻഡ് 7 ആണ് കേട്ടോ. പക്ഷേ നമ്മൾ അങ്ങോട്ട് നടന്നു പോയി. ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ പോകാതിരിക്കുമെന്ന്.
പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇപ്പുറത്തെ സൈഡാണെന്ന്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം കാണാൻ പറ്റും. പക്ഷേ ബസ് ഇട്ടിരിക്കുന്ന ആ ഒരു ഇതിലൂടെ ഒന്നും നടന്ന് അപ്പുറത്ത് പോകാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ഓടി ചാടി പോയിട്ട് ഓരോ ബസ്സിനെ തടഞ്ഞ് നിർത്തിയിട്ട് നമ്മുടെ ബസ്സിൽ പോയി നമ്മൾ വലിഞ്ഞ് കയറുകയല്ലേ. ഇവിടെ അതൊന്നും നടക്കത്തില്ല. പ്രോപ്പറായിട്ടുള്ള വഴി കൂടെ തന്നെ പോകണം. എന്നിട്ട് അവിടെ പോയി ക്യൂ ഒക്കെ പാലിച്ച് വേണം നമുക്ക് അകത്ത് കയറാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.